ഹലോ, ഇന്ന് ഇൻസ്റ്റൻറ്റ് പാലപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. ഇനി അതിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ ചിരവിയ തേങ്ങ ചേർക്കാം. 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് 2 സ്പൂണ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ അരിപ്പൊടി തന്നെയാണ്. ഇനി അതിലേക്ക് 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കൈയെടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായി പോകും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ മാവ് കുറുക്കിയെടുക്കാനായിട്ട്. ഇനി ഇതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി അത് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി കുറുക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടോടെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് ആയി പോകാൻ പാടില്ല. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് കണ്ടോ, നല്ല ബബിൾസൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനി ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ അപ്പച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം അധികം ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്കിത് വേണമെങ്കിൽ ദോശക്കല്ലിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതാ കണ്ടോ, നമ്മുടെ അപ്പം നല്ല സൈഡൊക്കെ മുരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.